പ്രൈസ് ദ ലോർഡ്. യേശു കഫർന്നഹൂമിലെ ഒരു വീട്ടിലുണ്ടെന്നറിഞ്ഞ് വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം ജനങ്ങൾ തിങ്ങിക്കൂടി. യേശു അവരോട് തിരുവചനം പ്രസ്താവിക്കുകയായിരുന്നു. അപ്പോൾ 4 ആൾക്കാർ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ പുരുഷാര നിമിത്തം യേശുവിൻ്റെ അടുക്കൽ എത്താൻ സാധിച്ചില്ല. എന്നാൽ അവർ യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില ശാസ്ത്രിമാർ, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ ആർക്കാണ് കഴിയുന്നത് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ചിന്തകളെ മനസ്സിലാക്കിയ യേശു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശുദ്ധ ബൈബിളിൽ എബ്രായർ 1:3 അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കയും എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവേ, ദൈവപുത്രനായ അങ്ങേക്ക് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരാൻ അങ്ങേക്ക് കഴിയുമെന്നും വിശ്വസിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു.